ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള ഷാലോമിൻ്റെ പ്രേക്ഷകരെ, മഹത്വത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഈ എപ്പിസോഡിലെ വീണ്ടും ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് അവസരം നൽകിയ നല്ല ദൈവത്തോട് എൻ്റെ മനസ്സിൻ്റെ കടപ്പാടും കൃതജ്ഞതയും ഞാൻ ആദ്യമേ അറിയിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഈ എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ദനഹ പെരുന്നാളിന് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്തവണ ദനഹ പെരുന്നാളിന് ജനുവരി മാസം 6-ാം തീയതി ഞാൻ പരിശുദ്ധ കുർബാന സമർപ്പിച്ചത് തൃശ്ശൂർ അതിരൂപതയിലെ ഏനാമാവിലെ പള്ളിയിലാണ്. ആ പള്ളിയിലെ ആഘോഷമായിട്ട് കുഞ്ഞുങ്ങൾക്ക് മാമുദീസ കൊടുക്കുന്ന ഒരു തിരുക്കർമ്മമായിരുന്നു. 3 ആൺകുട്ടികൾ, പള്ളി നിറയെ ആളുകളായിരുന്നു. മാമുദീസ അന്ന് കൊടുക്കാനുള്ള കാരണം അന്ന് കർത്താവിൻ്റെ മാമുദീസ പെരുന്നാളിൻ്റെ ഓർമ്മയാണ് കൊണ്ടാടുന്നത്. അന്ന് വായിച്ചു കേട്ട സുവിശേഷം എൻ്റെ മനസ്സിലെ തോന്നിപ്പിച്ച ചില അത്ഭുതകരമായിട്ടുള്ള ദൈവിക ഇടപെടലുകൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ സന്തോഷത്തിൽ ആഗ്രഹിക്കുന്നത്. സ്നാപക യോഹന്നാനിൽ നിന്ന് ഈശോ മാമുദീസ സ്വീകരിക്കാൻ ജോർദാൻ നദിയുടെ കരയിൽ വന്ന് സ്നാപകൻ അസ്വസ്ഥനായിരുന്നു. പക്ഷെ യേശു നിർബന്ധിച്ചപ്പോൾ സ്നാപകൻ വഴിപ്പെട്ടു. ഒഴുകുന്ന ജലമെടുത്ത് യേശുവിൻ്റെ ശിരസിൽ ഒഴിച്ചപ്പോൾ 3 വലിയ ദൈവിക ഇടപെടലുകൾ അവിടെ സംഭവിച്ചു. 1, സ്വർഗം തുറക്കപ്പെടുന്നു. 2, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിലെ ആവസിക്കുന്നു. 3, സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം സംസാരിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 9 തുടങ്ങി 11 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ സുവിശേഷ പ്രഭാഷണത്തിൻ്റെ മൂലസൂചിക. മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ള അതേ സംഭവം മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷത്തിൽ വീണ്ടും 3-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ യേശുവിൻ്റെ മാമുദീസായിൽ സംഭവിച്ച ഈ 3 ദൈവിക ഇടപെടലുകൾ മാമുദീസ സ്വീകരിക്കുന്ന ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിലും സംഭവിക്കുന്ന ദൈവിക ഇടപെടലുകളാണ്. ഒരുപക്ഷെ ഈ ദനഹക്കാലത്ത് ഒരു ക്രൈസ്തവന്റെ വിളിയുടെ വലുപ്പം, അവന്റെ വിളിയുടെ മഹത്വം എത്ര മഹോന്നതമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ മഹത്വത്തിൻ്റെ സാന്നിധ്യം എന്നാണ്. ഒരുപക്ഷെ ഈ മഹത്വത്തിൻ്റെ സാന്നിധ്യം അവകാശപൂർവം പങ്കുപറ്റാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ളൊരു ചിന്ത നമ്മെ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണം. സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗം തുറക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കുകളുടെ പിറകിലെ ഒരു ദൈവീകമായ ഇടപെടലുണ്ട്. സ്വർഗം അടയ്ക്കപ്പെട്ട സംഭവം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 23-ഉം 24-ഉം തിരുവചനങ്ങൾ അടയ്ക്കപ്പെട്ട സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശനങ്ങളാണ്. നിങ്ങൾക്കറിയാം, പറുദീസ സ്വർഗത്തിൻ്റെ പ്രതീകമായിരുന്നു. ഒരുപക്ഷെ ഭൂമിയിലെ ദൈവം സ്വർഗം സ്ഥാപിച്ചതാണ് ഏദൻ തോട്ടം. പാപമില്ലാത്ത മനുഷ്യനെ ദൈവം അതിൻ്റെ അധിപതിയാക്കി, അതിൻ്റെ അവകാശിയാക്കി. എന്നാൽ പാപം പ്രവേശിച്ചപ്പോൾ ഈ ലോകത്തിൽ സംഭവിച്ചത് സ്വർഗം അടയ്ക്കപ്പെടുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 23-ഉം 24-ഉം വചനങ്ങൾ 4 കാര്യങ്ങളാണ് പറയുന്നത് അടയ്ക്കപ്പെട്ട സ്വർഗത്തെക്കുറിച്ച്. 1, തോട്ടത്തിൽ നിന്ന് ആദിമ മനുഷ്യനെ ദൈവം പുറത്താക്കി. 2, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള
വഴി അടച്ചു. 3 കെറൂബിൻ മാലാഖയെ ദൈവം കാവൽ നിർത്തി. 4 ആ തോട്ടത്തിലേക്ക് ആരും പ്രവേശിക്കാതിരിക്കാൻ കെറൂബിൻ മാലാഖയുടെ കയ്യിലെ അഗ്നിയുടെ വാള് യഹോവയായ ദൈവം കൊടുത്തു. അടയ്ക്കപ്പെട്ട സ്വർഗം. ഒരുപക്ഷെ അടയ്ക്കപ്പെട്ട സ്വർഗം പിന്നെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് യാക്കോബിലാണ്. യാക്കോബ് ഏസാവിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ പലായനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 28-ാമത്തെ അധ്യായം 10 തുടങ്ങി 20 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബ് പേടിച്ചരണ്ട് ഏസാവിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ സായംകാലത്ത് അവശനായി ഓക്കുമരത്തണലിലെ വിശ്രമിക്കാനായിട്ട് കിടന്നു. അപ്പോൾ സ്വർഗം തുറന്നു. ഒരു കോവണി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതായിട്ട് അവൻ കണ്ടു. മാലാഖമാരെ സ്വർഗത്തിലേക്ക് കയറുന്നു, സ്വർഗത്തിൽ നിന്ന് മാലാഖമാരെ ഇറങ്ങുന്നു. അതൊരു സ്വപ്നമായിരുന്നു, അത് സത്യമായിരുന്നില്ല, അതൊരു ദർശനമായിരുന്നു. യാക്കോബ് ഉടനെ തന്നെ എഴുന്നേറ്റ് തൻ്റെ തലയ്ക്ക് വെച്ചിരുന്ന കല്ല് എടുത്ത് കുത്തി നിർത്തി അപ്പം ചുടുവാനായിട്ട് സൂക്ഷിച്ചിരുന്ന ഒലിവിൻ്റെ എണ്ണ എടുത്ത് ഈ കല്ലിൽ ഒഴിച്ചിട്ട് യാക്കോബ് വിളിച്ചു പറയുന്നുണ്ട്, ഈ സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്, ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്, ഇത് പരിശുദ്ധമാണ്. അതുകൊണ്ട് അവൻ ആ സ്ഥലത്തെ ബേഥേൽ എന്ന് വിളിച്ചു. അന്ന് വരെ ആ സ്ഥലത്തിൻ്റെ പേര് ലൂസ് എന്നായിരുന്നു. ആ സ്ഥലത്തിനൊരു പുതിയ പേര് കൊടുത്തു, ബേഥേൽ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഓരോ ക്രൈസ്തവനും മാമോദീസായിലെ സംഭവിക്കുന്നത് ബേഥേലിൻ്റെ അനുഭവമാണ്. ബേഥേലിൽ സംഭവിച്ചത് സ്വപ്നമാണ്, ദർശനമാണെങ്കിൽ ബേത്ലഹേമിൽ സംഭവിക്കുന്ന സത്യമാണ്. സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗത്തെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, സ്വർഗരാജ്യം നിങ്ങളിൽ തന്നെയാണ്, ഞാനും നിങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലെ പ്രതീകങ്ങളാണ്. സ്വർഗരാജ്യം തുറക്കാൻ വിളിക്കപ്പെട്ടവരെയും. ഞാൻ സ്വർഗത്തിൻ്റെ തറവാട്ട് സൂക്ഷിപ്പുകാരൻ, സ്വർഗത്തിലെ നിധിനിക്ഷേപങ്ങളുടെ അവകാശിയാണ് ഞാൻ. രണ്ടാമതായിട്ട് ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ സംഭവിച്ചത് ആത്മാവ് ഇറങ്ങി വന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ സംഘർഷഭരിതമാണ്, ഒരുപാട് സംഘർഷങ്ങളുണ്ട്. ഒരു ക്രൈസ്തവനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അല്ല. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത് അത് ഇടുങ്ങിയ വഴിയിലൂടെ യാത്രയാണ്, അത് കുരിശിൻ്റെ വഴിയാണ്, അത് കാൽവരിയിലേക്കുള്ള വിളിയാണ്. ഒരുപക്ഷെ ഈ വലിയ വിളി നമുക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ ചോദ്യം പരിശുദ്ധ കന്യകാമറിയം ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ചോദിച്ച ചോദ്യമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഞാൻ ഇത്തവണ ആദ്യമായിട്ട് 9 പേർക്ക് പട്ടം കൊടുത്തു. കൈവെപ്പിൻ്റെ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈ ഡീക്കന്മാർക്ക് നൽകാൻ വേണ്ടി മനസ്സുരുകി ഞാൻ ഈ കൈവെപ്പ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ തീക്കുണ്ടം ആളിക്കത്തുന്ന ഒരു അനുഭവമായിരുന്നു. കാരണം ഈ ആത്മാവിൻ്റെ നിറവ് ദൈവമേ കൊടുക്കണമേ, ഈ ആത്മാവിൻ്റെ നിറവ് കൊണ്ട് ഇവനെ ശക്തിപ്പെടുത്തണമേ. ഇവൻ ഏറ്റെടുക്കാൻ പോകുന്ന ജോലി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക, കർത്താവിൻ്റെ ജനത്തിൻ്റെ ഇടയനാകുക, കർത്താവിൻ്റെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി കരങ്ങൾ സ്വർഗത്തിലേക്ക് എത്തി പ്രാർത്ഥിക്കുക. ഒരു വൈദികനിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈ നാനാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആത്മാവിൻ്റെ നിറവ് വേണം. അതുകൊണ്ട് ഒരു ക്രൈസ്തവൻ അഭിഷിക്തനാണ്. കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം എടുത്തിട്ട് മെത്രാൻ നവവൈദികന്റെ ശിരസിലെ തൈലം കുരിശാകൃതിയിൽ വരച്ചിട്ട് ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണത്. നീ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു, നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു,
നീ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. 3 കാര്യങ്ങളാണ് പറയുന്നേ. നീ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു, നീ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നിന്നെ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ആത്മാവിൻ്റെ തുറവിക്ക് വേണ്ടി, ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ടല്ലേ ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നടപടിയുടെ പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം, അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോയേക്കരുത്, എൻ്റെ ആത്മാവ് വാഗ്ദാനപ്രകാരം നിങ്ങളുടെ മേലെ ഞാൻ നിങ്ങൾക്ക് നൽകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ തിരുവചനം വളരെ ശക്തമായിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, നിങ്ങൾ പേടിക്കരുത്, നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കും, എൻ്റെ പിതാവ് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് വർഷിക്കും. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ വൈതരണികൾ, എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ തന്നെ പ്രതിസന്ധികളുടെ നടുവിലാണ്. മദ്യപാനത്തിന് അടിമപ്പെട്ട സഹോദരങ്ങൾ, കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ നടുക്കയത്തിൽ നിരാശയിൽ മുങ്ങിത്താഴുന്നവരെ, കടബാധ്യത കൊണ്ട് കഷ്ടപ്പെടുന്നവരെ, ക്രൈസ്തവ ജീവിതത്തിലെ കർത്താവിൻ്റെ ആഗ്രഹമനുസരിച്ച് ജീവിക്കാൻ, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകൾ പാലിക്കാൻ ആത്മാവിൻ്റെ നിറവ് വേണം, ആത്മാവിൻ്റെ തുറവി വേണം, ആത്മാവിൻ്റെ അഭിഷേകം വേണം. നമ്മുടെ മാമുദീസ നമുക്ക് നൽകുന്ന അവകാശം അതാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള കഴിവ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനുള്ള കഴിവ്, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാനുള്ള കഴിവ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളെപ്പോഴാണോ ചിതറിക്കപ്പെടുന്നത്, നിങ്ങളെപ്പോഴാണോ ബലഹീനരാകുന്നത്, എപ്പോഴാണോ നിങ്ങൾ കൊടുങ്കാറ്റിൽ കടപുഴകി വീഴുന്നത്, ഓർമ്മിക്കുക, എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഞാൻ നൽകും. ഞാൻ നിങ്ങൾ അനാഥരായിട്ട് വിടുകയില്ല. നിങ്ങളെ ഭരണാധിപന്മാരുടെ മുൻപിലെ കൊണ്ടുവരപ്പെടും, അവരെ നിങ്ങൾ ന്യായവിധിക്ക് വിധേയരാക്കപ്പെടും. എന്തു പറയണമെന്ന് പേടിച്ച് നിങ്ങളായി ഭയപ്പെടരുത്, എൻ്റെ ആത്മാവ് ഞാൻ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് വിശുദ്ധനായ യോഹന്നാൻ അപ്പസ്തോലൻ ആത്മാവിന് കൊടുക്കുന്ന പേരെന്താണെന്നറിയാമോ? പരക്ലീത്ത, സഹായകൻ. പരക്ലീത്ത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സഹായകൻ. നിങ്ങളെപ്പോഴാണോ നിസ്സഹായരാകുന്നത്, അപ്പോഴൊക്കെ നിങ്ങൾ കരങ്ങൾ ഉയർത്തി വിളിക്കുവിൻ, നിങ്ങൾക്ക് ആത്മാവിൻ്റെ നിറവ് സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടും. പ്രാവിൻ്റെ രൂപത്തിൽ വന്നു വസിച്ച അതേ ആത്മാവ് എനിക്കും നിങ്ങൾക്കും നൽകപ്പെടും. മൂന്നാമതായിട്ട്, സ്വർഗത്തിൽ നിന്ന് സ്വരം പിതാവ് സംസാരിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മുടെ ക്രൈസ്തവ ജീവിതം അതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഓരോ പ്രവൃത്തിയിലും, ഓരോ വികാരത്തിലും, ഓരോ വിചാരത്തിലും ദൈവത്തിൻ്റെ പുത്രസ്വീകാര്യത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കുഞ്ഞു കഥ വായിക്കാനിടയായി. സരിത എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് എഴുതിയ കഥയാണ്. അവൾ മരിച്ചിട്ട് 2 വർഷമായി. 10 വയസ്സ് വരെ അവൾ ജീവിച്ചുള്ളൂ. നന്നായിട്ട് പാട്ടുപാടും, നന്നായിട്ട് ചിത്രം വരയ്ക്കും, നന്നായിട്ട് കഥകൾ എഴുതും. അവൾ അവസാനം എഴുതിയൊരു കഥയാണ്. ആ കഥ ക്രിസ്മസിൻ്റെ കഥയാണ്. ഉണ്ണി പിറന്ന പുൽത്തൊഴുത്തിൻ്റെ അടുത്ത് മറ്റ് പുൽക്കൂട്ടുകളിലെ ഇടയന്മാരെ നിദ്രാവിഹീനരായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നു ആടുകളെ സൂക്ഷിക്കാൻ. അവരുടെ അടുക്കിലേക്കാണ് മാലാഖ വന്നത്. സർവ്വലോകത്തിനും സന്തോഷമായിട്ടുള്ള സദ്വാർത്ത മാലാഖമാർ അവരെ അറിയിച്ചത്. ഇടയന്മാരിത് കേട്ട ഉടനെ റാന്തൽ വിളക്കുമായിട്ട് പുൽക്കൂട് അന്വേഷിച്ച് ഓടി യാത്ര പുറപ്പെട്ടു. അവരുടെ കൂട്ടത്തിൽ ഒരു മുടന്തനായ ഇടയനുണ്ടായിരുന്നു. ഒന്നും നടക്കാൻ പറ്റില്ല, ഒറ്റയടി വെച്ചിട്ടാണ് അവൻ നടക്കുന്നത്. അവൻ ഇവരോട് പറഞ്ഞു, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇടയന്മാർ പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ വന്നാലേ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും കുട്ടിക്ക് വയസ്സാകും. അതുകൊണ്ട് അവർ കൂട്ടിയില്ല. ഇവൻ ഒറ്റയടി വെച്ച് പുൽക്കൂട്ടിലേക്ക് പോയി. ഇവൻ പുൽക്കൂട്ടിൽ ചെല്ലുമ്പോഴേക്കും പൂജരാജാക്കന്മാർ കിഴക്ക് നിന്ന് വന്നു കഴിഞ്ഞു. അവരെ ഒട്ടകപ്പുറത്ത് നിറങ്ങി ഉണ്ണിയേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കവും കൊടുത്തു. അപ്പോഴാണ് ഇവൻ്റെ മനസ്സിൽ അസ്വസ്ഥത. എൻ്റെ പൊന്നുണ്ണീശോയെ, ഞാൻ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ പാവ,
എൻ്റെ കയ്യിൽ ഒന്നും സമ്മാനമായിട്ടില്ല. പൂജരാജാക്കന്മാരെ നിക്ഷേപങ്ങൾ സമ്മാനിച്ച് ഒട്ടകപ്പുറത്ത് കയറുമ്പോൾ ഉണ്ണി അവനെ നോക്കി ചിരിക്കുന്നു. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ ഒരാശ ഉദിച്ചു. മുട്ടുകുത്തി കമഴ്ന്ന് ഉണ്ണിയോട് കരഞ്ഞു പറഞ്ഞു, ഉണ്ണി, ഞാൻ പാവമാണ്. എൻ്റെ ഹൃദയത്തിലെ സ്നേഹം കൊണ്ട് ഞാനൊരു ചക്രമുത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കവിളിൽ നിനക്ക് സമ്മാനിക്കട്ടെ. അവൻ ഉണ്ണിയേശുവിൻ്റെ കവിളിൽ ഒരു ചക്രമുത്തം കൊടുത്തു. ഉണ്ണിയേശു അവനെ നോക്കി മന്ദസ്മിതം തൂകി. അവൻ ഉണ്ണിയോടും അമ്മയോടും നന്ദി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ എഴുന്നേറ്റപ്പോൾ കാലിന് ബലം. അവൻ്റെ ഞുണ്ടുമാറി. അവൻ ഒറ്റ വാശിയാണ്, ആദ്യം വന്ന ഇടയന്മാരെക്കാളും മുമ്പ് വീട്ടിലെത്തണം. അവൻ ഓടുക. വഴിയിൽ വെച്ച് ഈ ഞൊട്ടുകാലൻ, ഒറ്റയടിക്കാരൻ ഓടി വരുന്ന കണ്ട് ഇവർക്ക് വിസ്മയമായി. അവരെ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു, നിനക്ക് എന്താ ഉണ്ടായേ? അവൻ പറഞ്ഞു, ഞാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ഉണ്ണിക്കൊരു ചക്രമുത്തം കൊടുത്തു. എഴുന്നേറ്റപ്പൻ്റെ കാലിന് ബലമായി, എൻ്റെ ഞുണ്ടു മാറി. അവർ പറഞ്ഞു, നിന്റെ കാലിൻ്റെ ബലം മാത്രമല്ല, നിന്റെ മുഖത്താകെ ഒരു മാറ്റമുണ്ട്. ഞങ്ങൾ പുൽക്കൂട്ടിൽ കണ്ട ഉണ്ണിയുടെ അതേ മുഖച്ചായം നിന്റെ മുഖത്ത് ഇപ്പോഴും സ്ഫുരിക്കുന്നു. അതേ മുഖമുള്ള നീയെ ആ കുഞ്ഞിൻ്റെ തുടർച്ചയാണ്. സ്നേഹമുള്ളവരെ, മാമുദീസ നമുക്ക് നൽകുന്ന ഈ പുത്ര സ്വീകാര്യത്തിൻ്റെ മുഖച്ചായയാണ്. മാമുദീസ സ്വീകരിക്കുന്ന ഓരോ കുഞ്ഞിനും വെറോനിക്കായുടെ വെള്ളശീലയിൽ സംഭവിച്ച അതേ വ്യത്യാസം പുത്രസ്വീകാര്യത്തിൻ്റെ സാക്ഷ്യം. ഓരോ ക്രിസ്ത്യാനിയും കർത്താവിൻ്റെ മുഖം സംവഹിക്കുന്ന സക്രാരിയാണ്. ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതം ഈ പുത്രസ്വീകാര്യത്തിൻ്റെ വലിയ മുഖച്ഛായ പേറുന്ന ഒരു തീർത്ഥാടനമാണ്. ഈ പരിവർത്തനത്തിൻ്റെ ഒരു തീർത്ഥാടനമാണ്. നമുക്കുള്ളത് മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവജനത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി നിങ്ങൾ ചെയ്തു നോക്കിയേ. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും തിരുസാന്നിധ്യമുണ്ട്. അത് മഹത്വത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറും. ഒരുപക്ഷെ ഈ പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങൾ ഈ മഹത്വത്തിൻ്റെ സാന്നിധ്യം സ്വർഗത്തിലുള്ളൊരു സാന്നിധ്യമായിട്ട് മാത്രം കരുതരുത്. മഹത്വത്തിൻ്റെ സാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതം തുടരുന്ന ഒരിക്കലും അവസാനിക്കാത്ത തുടർക്കഥയാണ്. നമുക്കതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം പേറുന്ന വാഗ്ദാന പേടകങ്ങളാകാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ മഹത്വത്തിൻ്റെ സാന്നിധ്യം അലങ്കോലപ്പെടുത്തുന്നു. കൊടും പലിശ വാങ്ങിക്കുന്നവരെ, വിവാഹ ജീവിതത്തിൽ വിശ്വസ്തത കാണിക്കാത്തവരെ, കളവ് നടത്തുന്നവരെ, കള്ളസാക്ഷ്യം പറയുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ നമ്മുടെ ജീവിതം മഹത്വത്തിൻ്റെ സാന്നിധ്യത്തെ അലങ്കോലപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതം പുത്രസ്വീകാര്യത്തിൻ്റെ സാക്ഷ്യമാകട്ടെ. ചേർന്ന് നിൽക്കുന്ന മുന്തിരിച്ചെടിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവലാദികൾ, നിങ്ങളുടെ അവശതകൾ എല്ലാറ്റിലും കർത്താവിൻ്റെ കൃപ, കാരുണ്യം ഉണ്ടാകും. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്വർഗത്തിൽ നിന്നും ഭൂവിലിറങ്ങിയ സ്വർഗീയ ഭോജ്യമേ, നിത്യമാം ജീവൻ ഞങ്ങൾക്കു നൽകും ജീവന്റെ ആഹാരമേ. ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം. ഏറെ ആനന്ദത്തോടെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമുക്കായിരിക്കാം. സ്നേഹബഹുമാനപ്പെട്ട തട്ടിൽ പിതാവിലൂടെ കർത്താവ് നമ്മളെ ഇന്ന് പഠിപ്പിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന സന്ദേശത്തിലൂടെ
ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യുകയായിരുന്നു. കർത്താവ് നമ്മോട് കാണിച്ച ഈ സ്നേഹത്തെ ഓർത്ത്, അവന്റെ മനസ്സലിവിനെ ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങളെ ഭാരപ്പെടുത്തുന്നത്, അസ്വസ്ഥപ്പെടുത്തുന്നത്, ആ മേഖലകളെല്ലാം ഇപ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരം ആ മേഖലകളിലേക്കെല്ലാം അവൻ നീട്ടിയിരിക്കുകയാണ്. അവന്റെ ശക്തമായ അഭിഷേകത്തിന്റെ സാന്നിധ്യം ആ തലങ്ങളിലെല്ലാം വെളിപ്പെടുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ് നമ്മുടെ കർത്താവായ യേശു. ഈ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട്, കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നമുക്ക് സ്വരമുയർത്തി യേശുവിനെ വിളിക്കാം. ഈ നാളുകളിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, നമ്മുടെ സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ഈ ഒരു അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നുപിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങൾ അനുഗ്രഹിക്കണമേ, അവരുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കണമേ. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് കർത്താവേ. ആ ജീവിതങ്ങളിലേക്കെല്ലാം അവിടുത്തെ കരങ്ങൾ നീട്ടി അവരുടെ വിഷയങ്ങൾക്ക് നീ ഉത്തരം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ദുഃഖങ്ങളെ ആനന്ദമാക്കണമേ, അവരുടെ പരാജയത്തെ വിജയമാക്കണമേ കർത്താവേ. അപ്രകാരം വേദനിക്കുന്ന ജീവിതങ്ങളിലുള്ള അവരുടെ പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കണമേ, അവർ നേരിടുന്ന അസാധ്യതകളെ സാധ്യതകളാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കെല്ലാം സാധ്യമാണ് കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പൊന്നുപിതാവേ, നിനക്കെല്ലാം സാധ്യമാണ്. കർത്താവായ യേശുവേ, നിനക്കെല്ലാം സാധ്യമാണ്. ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കൃപയുടെ അഭിഷേകമായി, സ്നേഹത്തിന്റെ സാന്നിധ്യമായി, വിടുതലിന്റെ ശക്തിയായി കർത്താവെ വ്യാപരിക്കണമേ. കർത്താവ് ഇടപെടണമേ, കർത്താവെ പ്രവർത്തിക്കണമേ. വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നുറുങ്ങിയ ഹൃദയത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഇത് സ്വർഗം പ്രവർത്തിക്കുന്ന സമയം, നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയം. അടിമത്തത്തിന്റെ കെട്ടുകള്, പാപത്തിന്റെ മുഖങ്ങള്, അസാധ്യതകളുടെ ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റുന്ന സമയം. വിശ്വാസത്തോടെ യേശുവിനെ വിളിക്ക്, സ്നേഹത്തോടെ വിളിക്ക്. യേശുവേ, യേശുവേ, യേശുവേ. ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. കർത്താവേ, ഈ നിമിഷം ഞങ്ങളെ ഓരോരുത്തരും തൊട്ട് അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ഓരോരുത്തരും തൊട്ട് അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ഓരോരുത്തരും തൊട്ട് സൗഖ്യമാക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരായി, പ്രത്യാശയിൽ വളരുന്നവരായി, സ്നേഹത്തിൽ നടക്കുന്നവരായി, വിശുദ്ധിയിൽ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ, തലമുറകൾ അഭിഷേകം ചെയ്യണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി.